വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു സോറിയും കാര്യങ്ങളും പറയണം. വേറൊന്നുമല്ല, എനിക്ക് ഈ എക്സാംസും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് വലിയ എഡിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ അതിന് തന്നെയാണ് സോറി. സോ എന്തായാലും വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. ഹൗ ടു സെറ്റപ്പ് മോജോ ലോഞ്ചർ. കഴിഞ്ഞ ദിവസം ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 90% ആൾക്കാരും വീഡിയോ വേണമെന്നാണ് പറഞ്ഞത്. സോ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ആദ്യം തന്നെ പറയാനുള്ളത്, വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. സോ ഗൈസ്, നമ്മളെന്തായാലും ഫസ്റ്റ് തന്നെ മോജോ ലോഞ്ചറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആക്കുകയാണ്. പ്ലേ സ്റ്റോറിൻ്റെ അകത്തുണ്ട്. സോ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം മോജോ ലോഞ്ചർ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അതെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ആക്കുക. ഇൻസ്റ്റാൾ ആയതിന് ശേഷം നേരെ നമ്മുടെ മോജോ ലോഞ്ചർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ഇതേപോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. സോ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇനി ഞാൻ ഇതാകുന്നില്ല. എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ ഇൻസ്റ്റൻസ് കൊടുക്കുക. അതിനുശേഷം ഫാബ്രിക് ഇത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതാണോ വെർഷൻ, ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ അത് യൂസ് ചെയ്യുന്നത് 1.21.8 ആണ്. നിങ്ങൾക്ക് ഏതാ വെർഷൻ വേണ്ട വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ 1.21.8 ആണ് ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. പിന്നെ കുറേ വേർഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വെർഷൻസാണ് വേണ്ടത് വെച്ചാൽ ഇതാക്കുക. അതിനുശേഷം നമ്മൾ നേരെ ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ട്. അതായത് പേരൊന്ന് ജസ്റ്റ് മാറ്റുന്നുണ്ട്. ആൻഡ് റെൻഡർ നമ്മൾ LTW ആക്കുന്നുണ്ട്. അതിനുശേഷം സേവ് കൊടുത്തതിന് ശേഷം ബാക്കിലേക്ക് വരിക. ഇനി നമ്മൾ സെഡ് ആർച്ചീവറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കണം. സെഡ് ആർച്ചീവർ ഓപ്പൺ ആക്കിയതിന് ശേഷം നേരെ ഡൗൺലോഡ്സ് പോവുക. ഡൗൺലോഡ്സ് പോയിട്ട് ഞാൻ ജസ്റ്റ് താഴെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ലിങ്ക്. കുറച്ച് മോഡ്സാണ്, അത് ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഗെയിം ഒന്ന് ഒപ്റ്റിമൈസ് ആവും. സോ താല്പര്യമുള്ളവർക്ക് അതൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം എക്സ്ട്രാക്റ്റ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു പുതിയൊരു ഫോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ഞാനിപ്പോൾ 1.21.8 എന്ന് കൊടുക്കാം. അതന്നെ, അത് കൊടുക്കുക. 1.20. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ആക്കുക. ഇനി നിങ്ങൾ ഓപ്പൺ ഗെയിം ഡയറക്ടറി എടുക്കുക. സോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഇൻ്റർഫേസിലോട്ടേക്ക് ആയിരിക്കും വരിക. കണ്ടില്ലേ, നമ്മുടെ ഫാബ്രിക്കിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ്സ് പോയതിന് ശേഷം നമ്മുടെ 1.21.8 ഈ ഒരു ഇതിൻ്റെ അകത്ത് ഈ ഒരു മുകളിൽ കാണുന്ന 3 ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ആൾ കൊടുത്തതിന് ശേഷം കട്ട് അല്ലെങ്കിൽ കോപ്പി കൊടുത്തിട്ട് മോജോ ലോഞ്ചർ ഇൻസ്റ്റൻസ് കൊടുത്തതിന് ശേഷം അവിടെ ഫാബ്രിക് ഉണ്ടാവും. അതിൻ്റെ അകത്ത് പോയതിന് ശേഷം മുകളിൽ പ്ലസിൻ്റെ ഒരു ഇത് കാണും. അത് ഇതാക്കിയതിന് ശേഷം ഞാൻ പഠിക്കുന്ന പോലെ മോഡ്സ് എന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ 3 ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതും അതിൻ്റെ അകത്തോട്ടേക്ക് പോകും. ഇനി നമ്മൾ പ്ലേ എന്ന് കൊടുക്കുക. ഇതൊന്ന് ലോഡാവട്ടെ. ആദ്യം പ്ലേ കൊടുക്കുമ്പോൾ കുറേ സമയം എടുക്കും, കാരണം ഗെയിം ഒന്ന് ഇതാവാനായിട്ടാണ്, അതായത് ഡൗൺലോഡ് ആവാനായിട്ടാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറേ തരത്തിലുള്ള 1.21.8 വേർഷൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ ടൈമൊന്നും എടുത്തില്ല. സോ ഇനി ഈ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള മോജാങ്ങിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണിക്കും. സോ ഇത് ഫസ്റ്റ് ടൈം ലോഡാകുമ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് പിന്നെ നമ്മൾ ഗെയിമിൻ്റെ അകത്തേക്ക് കുറേ തവണ കയറുമ്പോൾ ഒരു 2 മിനിറ്റ് അതിൻ്റെ അടുത്തൊക്കെ തന്നെ വരുന്നുള്ളൂ. സോ നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ഗെയിമാണ്. അതായത് ഞാൻ റിസോഴ്സ് പാക്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഇത് കൊടുത്തേക്കാം ലിങ്കും. ജസ്റ്റ് ഒരു ഡാർക്ക് UIൻ്റെ മോഡും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ സെറ്റിങ്സ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. ഇതേപോലെ വയ്ക്കുക. ആൻഡ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇതേപോലെ വയ്ക്കട്ടെ. ആൻഡ് ഈ വെതർ ലീസ്റ്റും ഫാസ്റ്റായി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഗെയിമൊന്ന് ഇത്തിരി കൂടിയും നന്നാവാനായിട്ട് ഫാൻസി വെച്ചിട്ടുണ്ട്.
ആൻഡ് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ വയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ, അതായത് എൻ്റെ സെറ്റിങ്സ് തന്നെ നിങ്ങൾ ജസ്റ്റ് അതിൽ വെച്ചാൽ മതി. പിന്നെ ഈ ഒരു റെൻഡർ ഡിസ്റ്റൻസും ലീവ്സിൻ്റെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് റെൻഡർ ഡിസ്റ്റൻസ് ഒരു 2-ലും പിന്നെ ഈ ലീവ്സിൻ്റെ ഇത് ഒരു ഫാസ്റ്റൊക്കെ ആക്കി വെച്ചാലും മതി. സോ പിന്നെ അത് ഈ ഒരു ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഓഫാക്കുക. പാർട്ടിക്കിൾസ് ഞാൻ ഇപ്പോൾ ഓണാക്കിയിട്ടാണുള്ളത്, ഓഫാക്കി വയ്ക്കുക. ആൻഡ് ഈ സ്കൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഫാക്കുക എന്നതാണ്. ഞാനിപ്പോൾ ഗെയിം ഒന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത്തിരി നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി ഇതിൽ വെച്ചിരിക്കുന്നത്. സോ ഇത് ഇത്രയൊക്കെയാണുള്ളത്. ഓക്കെ, ആൻഡ് ഇന്ന് നമ്മൾ കുറച്ച് ഇതും കൂടി തരുന്നുണ്ട്, FPS ബൂസ്റ്റ് ആക്കാനായിട്ടുള്ള ഒരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണത്. സോ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണുക. ഓക്കെ, ഇത് കാര്യങ്ങളൊക്കെ തന്നെ വെക്കുക. ആൻഡ് എക്സ്ട്രാസിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു FPS ഒന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ഓണാക്കി വെക്കുക. ആൻഡ് ഇനി എന്തായാലും ഞാൻ എൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡിൻ്റെ അകത്തൊന്ന് പോയി കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മളിത് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ റിപ്ലൈ മോഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ FPS നല്ല രീതിക്ക് ഡ്രോപ്പ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല ഇൻഡിറ്റി ഗ്ലിച്ച് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമെന്ന്, അല്ലെങ്കിൽ നെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും. എനിക്കതാണ് തോന്നുന്നത്, അറിയില്ല. കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴും FPS വലുതായിട്ട് കൂടുന്നില്ല. എനിക്ക് തോന്നുന്നത് നെറ്റിൻ്റെ ഇഷ്യൂ ആണെന്ന്. എൻഡിറ്റി ഗ്ലിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. എൻഡിറ്റി ഗ്ലിച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എൻഡിറ്റീസ് ഒന്നും ഇത്ര ഉണ്ടാവില്ലായിരുന്നു. ആൻഡ് ക്വിക്ക് സെറ്റിങ്സിൻ്റെ അകത്ത് റെസൊല്യൂഷൻ സ്കെയിലർ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ FPS വേരിയേഷൻ വരുന്നത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനൊരു 25-ലൊക്കെ ഇടുകയാണെങ്കിൽ FPS ഒരു 32-34-ലൊക്കെ പോകുന്നുണ്ട്. ആൻഡ് 75 ആ റേഞ്ച്. ഞാൻ ഇപ്പോൾ 85-ൽ ഇട്ടിട്ടാണ് കളിക്കുന്നത്. അതിലിടുമ്പോൾ ഗെയിമും കുറച്ച് സ്മൂത്താണ്, പിന്നെ കാണാനൊക്കെ ഒത്തിരി ഭംഗിയാണ്. ഇതാണ് കേട്ടോ, നെറ്റിൻ്റെ ഇഷ്യൂ ആണ്. കാരണം നെറ്റില്ലാണ്ട് ഇപ്പോൾ എന്താണെന്നറിയില്ല. മോജോ ലോഞ്ചറും സാലിദും പൂജാവൊന്നും ഇപ്പോൾ അങ്ങനെ നെറ്റില്ലാണ്ട് കളിക്കാനായിട്ട് പറ്റില്ല. എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ആ പ്ലെയിൻസിൻ്റെ അവിടെ പോയി ഇരുന്ന് നോക്കട്ടെ. ചിലപ്പോൾ FPSും കാര്യങ്ങളൊന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഞാൻ ഇത്തിരി മുമ്പ് നോക്കുമ്പോൾ 5-ലാണ് ഇത് കിടക്കുന്നത്. ഇത് ഒരു 2-ലിട്ട് കഴിഞ്ഞാൽ FPS കൂടുമോ? നെറ്റിൻ്റെ ഇഷ്യൂ എന്തായാലും ഉണ്ട്. സോ എന്തൊക്കെ ചെയ്താലും FPSും കാര്യങ്ങളൊന്നും കൂടാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. അത് നെറ്റിൻ്റെ ഇഷ്യൂ തന്നെയാണ്. കാരണം FPS ഒന്നും ഇപ്പോഴും കൂടുന്നില്ല. സോ അത് 2-ലൊക്കെ ഇട്ട് എനിക്ക് 60-ൻ്റെ മേലെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇന്നെന്താണെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. റെക്കോർഡ് ചെയ്യാത്തപ്പോൾ ഉള്ള ഇതാണ്. റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായാലും 16 FPSന് വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡർ അത്രയ്ക്ക് ഇട്ടിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും ഗെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് ഇത്തിരി ലാഗ് അടിക്കാനായിട്ട് നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. സോ ഇനി എന്തായാലും ഞാൻ ആ ട്രിക്കും കാര്യങ്ങളും പറഞ്ഞുതരാം. അതായത് FPSും കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട്, അതായത് ലോ എൻ്റെ ഫോണിൽ. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ബ്ലോക്സോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അതായത് നിങ്ങളുടെ സർവൈവൽ വേൾഡ് ആണെങ്കിൽ സോ ബ്ലോക്സും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഏതാണ്ട് ഒരു സ്റ്റാക്ക് അല്ലെങ്കിൽ 55 അത്രയും ബ്ലോക്ക് എടുത്തതിന് ശേഷം നേരെ പില്ലറപ്പ് ചെയ്യുക. അതിന് മുമ്പ് നമ്മുടെ ഓപ്ഷൻസിൻ്റെ വീഡിയോ സെറ്റിങ്സിനകത്ത് നമ്മുടെ ഈ ഒരു റെൻഡർ ഡിസ്റ്റൻസ് 32 പിന്നെ ഇതും 32 ആക്കിയതിന് ശേഷം അപ്ലൈ കൊടുക്കുക. അപ്പോൾ നമുക്ക് ലാഗൊക്കെ ഉണ്ടാവും. സോ അത് മൈൻഡ് ആക്കാണ്ട് നേരെ മേലോട്ടേക്ക് പോവുക. ഏതാണ്ട് ഒരു സ്റ്റാക്കിൻ്റെ അകത്ത് ബ്ലോക്ക് വെച്ചാൽ മതി. അത്രയും ബ്ലോക്സ് മേലോട്ടേക്ക് പോവുക. ഒരു സ്റ്റാക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആണെങ്കിൽ അത്രയും വെക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് വെക്കുന്നുള്ളൂ. നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബ്ലോക്ക് വെക്കാൻ ഭയങ്കര പാട് ഗൈസ്. സോ അത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു ബ്ലോക്കും കൂടി നാളെ ആക്കി ഇത് നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുക എല്ലാ ചങ്ക്സ് ഒന്ന് ലോഡാവാനായിട്ട്. ഇപ്പോൾ അത് എല്ലാ ചങ്ക്സും ഒന്ന് ലോഡായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നോർമലാക്കുക. അതായത് 2-ലോട്ടേക്ക് അല്ലെങ്കിൽ ഈ ഒരു സിമുലേഷൻ ഡിസ്റ്റൻസ് 5-ലോട്ടേക്കും ഈ ഒരു ഇത് 2-ലോട്ടേക്കും ആക്കിയതിന് ശേഷം നേരെ ഈ ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് പോവുക.
ഭയങ്കര പിങ് കഴിച്ചതോ നോക്കിയത് നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവർ മൊത്തം ഉടായിപ്പാണെന്ന്. കാരണം സെർവറിൻ്റെ അകത്ത് വല്ലതും ഇട്ടിട്ടായിരിക്കും നമുക്കിത് എഴുതുന്നുണ്ടാവുക. ഞാൻ ലോഗ് ഔട്ട്പുട്ട് കൊടുത്തപ്പോഴും ഈ ഒരു സെർവർ ആണ് അതിൽ എഴുതി കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് വല്ല സെർവർ ആവണം, അറിയില്ല. നെറ്റ് എന്തുകൊണ്ട് ഇത് വലിച്ചെടുക്കുന്നതായിരുന്നു. പണ്ടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ സാലിദും പോജാവൊക്കെ ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ FPS ചില സമയത്ത് കൂടും, അത് നമ്മുടെ നെറ്റിനനുസരിച്ചാണ്, അതെന്താണെന്നറിയില്ല. സോ നമ്മൾക്കിത് ഇപ്പോൾ നല്ലൊരു ഇതായിട്ടുണ്ട്. ഇനിയിപ്പോഴും FPS കാര്യങ്ങളൊക്കെ ഒന്ന് ഇത്തിരി കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെ കാണിച്ചാലും FPS കാര്യങ്ങളൊക്കെ കൂടാൻ പോകുന്നില്ല, കാരണം നെറ്റില്ല. നിങ്ങൾക്ക് എന്തായാലും കൂടും. ഞാൻ 2-3 സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒന്നും കൂടി കാണിച്ചു തരാം. ഇത്തിരി മുമ്പ് ഞാൻ കാണിച്ചതായിരുന്നു, ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. സോ അതാണ് ഉള്ളത്. കണ്ടില്ലേ, നല്ല രീതിക്ക് FPS കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നുണ്ട്. കാരണം ആ സമയത്തേക്ക് നെറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് നെറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഈ സംഭവം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ടാറ്റ, ബൈ ബൈ. I'm the king when I'm in the rain. Got my G when I'm in the van. Gone pics on a middleman. Ain't nothing but a gold thing.